ഇപ്പോൾ ഞങ്ങൾ മേഘമലയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പാട്ട് ആടാട് ആടാട് ആ പാട്ടിട്. ഒരു സ്ഥലത്തോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തുള്ള ഒരു അമ്പലം. അങ്ങനെ നമ്മളിപ്പോൾ മേഘമല ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വണ്ടിക്കൊരു നമ്പർ തരും ഇവർ. ആ വണ്ടി നമ്പർ നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ചോദിച്ചാൽ പറയണം. പിന്നെ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പിയോ പ്ലാസ്റ്റിക് ഐറ്റംസോ എല്ലാം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഡംപ് ചെയ്തിട്ട് പോകാം. നീ വന്നിട്ടുണ്ട്? ഞാനും സജയൊക്കെ വന്നിട്ടുണ്ട്. എന്റെ കുടുങ്ങി പോയി. ആ സ്ഥലം വന്ന് നീ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ നല്ല റോഡല്ലേ? വണ്ടി ഡാമേജ് ആയിട്ട് കംപ്ലൈന്റ് ആയിട്ട് നമ്മുടെ മലയിൽ നിൽക്കാൻ പറ്റാം. 19 ഹെയർ പിൻ 9 ആ മലയുടെ മുകളിൽ ചെല്ലണം അല്ലേ? നമ്മൾ അങ്ങ് ദൂരെ കാണുന്ന ആ സ്ഥലമാണ് മേഘമല. നമ്മുടെ തമിഴ്നാട്ടുകാരുടെ മേഘമല. അത് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ചെല്ലുന്നത്. ഇവിടെ ഡേഞ്ചറസ് കർവ് ഉണ്ട്. ഡ്രൈവ് സ്ലോ. അതെ, ഞാൻ എക്സ്പെർട്ട് ഡ്രൈവർ. രാജാപ്പാട്ട് വണ്ടി വരുന്നുണ്ടല്ലോ, കൊടിയൊക്കെ. പാർട്ടിക്കാരുടെ വണ്ടി വരുന്നുണ്ട്. പാട്ടുകാരാണ്. വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് സോൺ, ഡ്രൈവ് സ്ലോ. നട്ടുച്ചയ്ക്ക് ഇതിന്റെ അടി ഒന്ന് വീഡിയോ കറുത്തിരിക്കുന്നത് നൈറ്റ് പോരാ, ഇരുട്ട്. വെട്ടം ഉണ്ടല്ലേ അത് കിട്ടുന്നത്. സ്പീഡ് ലിമിറ്റ് 20 കിലോമീറ്റർ. രാവിലെ പോയവര് നമ്മളിവിടെ ഉച്ചയ്ക്ക് പോകുന്നവര്. വളരെ റിലാക്സ് ആയിട്ട്. അതെ. പോലെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ ഇരിക്കുന്ന കുറച്ച് കഴിയുമ്പോണ്ടിരിക്കുന്നു. ആ ആനുണ്ടെന്നൊക്കെ പറയും. മൊത്തം 18 വളവുണ്ട്. നമ്മളതില് 9ാമത്തെ ഹെയർ പിൻ കയറുക. വണ്ടി തിരിയുമ്പോ സൗണ്ടായി. എനിക്ക് ഇയാള് പ്രത്യേകിച്ച് ട്രാക്ക് ആൻഡ് റോളിൽ ഒന്നും തരുന്നൊന്നുമില്ലല്ലോ കേട്ടോ. ഇവിടെ ഇരവീഴ പുഞ്ചിറയുടെ ഒക്കെ മോൾ ഭാഗം കാണുന്നു അല്ലേ? ഇല്ലിക്കല്ല് നമുക്ക് പറയുന്നു. എലിഫന്റ് ക്രോസിംഗ് സ്ഥലമാണ് കേട്ടോ. അതൊരു ചെറിയ പോണ്ട് പോലാണ്. ഹോം സ്റ്റേ കേട്ടോ. ചെറുങ്ങുന്നതിനെ കുറിച്ച്
അവിടെ കുരങ്ങൻ താഴെ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങോട്ട് കേറ്. താഴെ ഇരിപ്പുണ്ട്. നിലത്തോ? പോവല്ലേ? നിങ്ങളെ ആട്ടെ ഇരിക്കുന്നു. മാറൂ മാറൂ. താഴെ കൂടെ ഇപ്പുറത്ത് കൂടെ ഇരിക്കുന്നു. ആ കയ്യിലല്ല കൊച്ചോ? കൊച്ചിനൊക്കെ ആയിട്ട് ഇരിക്കുമല്ലോ. ലുമാളി ഷോപ്പിങ്ങിന് വന്ന പോലെ ഇരിക്കും. ഇവിടെ വെള്ളത്തിന്റെ ടാങ്കാ. വീടാടാ, വീടാ. പൈനാ ഇതെല്ലാം. കൊറേ കഴിഞ്ഞ് ഇവിടെ ഒരു പൈൻതോട്ടം. പൈൻ. ഓ ഇതെന്താന്നറിയോ? ഇതാ റിസോർട്ടാ. അതുകൊണ്ടാ വെച്ചു പിടിച്ചത്. ഹലോ നാട്ടുകാരെ, ഓടുവായോ? ഏകദേശം അടുക്കാറായി മേഘമല. മേഘമല അടുത്ത് എത്ര ഹെയർ പിൻ വളവായിരുന്നു നമ്മൾ? 18 ഹെയർ പിൻ വളവ്. ഹെയർ പിൻ തീർന്നല്ലേ? 18 ഹെയർ പിൻ തീർന്നു. അതായത് കണ്ടോ, ഇവിടെ ഒരു ടീ എസ്റ്റേറ്റ് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് നിർത്തിയതാ. അവിടെ താഴെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ഞാൻ കാണിച്ചു താഴെയായിട്ടാ, അങ്ങോട്ട് പോവാ. ബാലക്സ് ഹിഡൻ ഫോൾസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. രണ്ടെണ്ണം കൂടെ ഇറങ്ങി വരട്ടെ. അടിച്ചാടി വാ. അടിച്ചാടി അങ്ങോട്ട് ചാടരുത്. ഈരപ്പൂ. വേ പോന്നു. ഒരു പൂ പറിക്കാൻ പോവാ. അവിടെ ഒരു പൂ കണ്ട്. അത് തേയിലയുടെ പൂവാണോ? തേയിലയുടെ പൂവാണോ? കാണിച്ച പൂ തേയിലച്ചെടിയിലെ പൂവാണോ? പൂ ആണോ? തേയിലെന്നാണോ പൂ പറിച്ചത്? ആഹാ, അത് കൊള്ളാമല്ലോ. നല്ലൊരു സാധ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇതുണ്ടോ? തേയിലയിലെ പൂവാണോ? ഇത് തേയിലപ്പൂവല്ല കേട്ടോ, ഇതൊരു കാട്ടുചെടിയാ. തേയിലക്ക് ഇടയ്ക്കൂടെ ഉള്ള ഒരു കാട്ടുചെടി വള്ളി പടർന്നതാ. അതെ. അയ്യോ, ഞാനിപ്പോൾ വീണേനെ. തേയിലപ്പൂവാ? തേയിലപ്പൂവാന്നും പറഞ്ഞിരിക്കുവായിരുന്നു. ആ കൊള്ളാടി, നല്ല രസമുണ്ട്. ചെമ്പരത്തിപ്പൂവാണ്. നല്ലായിരുന്നു. നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, അടിപൊളി. ഇവിടുത്തെ അമ്മയാണത്. ഇവിടെ ചായയും കാപ്പിയും ഇഡലിയൊക്കെ ഉണ്ട്. കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നത്. ഞങ്ങൾ കോഫി കുടിക്കാൻ പോവാം അവിടെ പോയി. കണ്ട உங்க செல்லுலே தெரியும். இதை காமிக்கேன். അതുമായിട്ട് പോകാം. காட்டுங்க. ഇവിടെ ഒരു அதை பார்த்து பாய். ക്രോസ് ബാർ ഉണ്ട്. കണ്ട പശുക്കളും കന്നുകാലികളൊന്നും ഇങ്ങോട്ട് താഴെ ഇറങ്ങാതിരിക്കാനാണ് അവിടെ ക്രോസ് ബാർ ഇട്ടിരിക്കുന്നത്. നല്ല ലൊക്കേഷനാണ്, അടിപൊളി ലൊക്കേഷൻ. നമ്മൾ മേഘമല കയറുമ്പോഴത്തേക്ക് ഒരു ടീ എസ്റ്റേറ്റ് ഉണ്ട് ഇടത് സൈഡിൽ. ലാസ്റ്റ് എല്ലാ ഹെയർ പിൻ വളവും കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ടീ എസ്റ്റേറ്റ് ഉണ്ട്. നല്ല അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലേ. സൂപ്പർ. ഇങ്ങനെ മാറിയിരിക്കും വീടല്ലേ.
നമുക്കിവിടെ ചുക്ക് കാപ്പി കുടിക്കാം. ചുക്ക് കാപ്പി. ഒക്കെ ഭയങ്കര സ്നേഹമാണ്. നമ്മളവിടെ ഇരിക്കാനൊക്കെ പറയുക. ഉക്കാറുങ്ങ. അക്കാട് അടുക്കളയാണത്. അല്ല, അതൊക്കെ എടുക്കണം. അക്കായാണ് ഈ ലോഡ്ജ് നടത്തുന്ന അക്കായാണ്. അക്കാടെ സഹോദരനും കൂടെ. അക്കാടെ സഹോദരന്റെ ഫോൺ നമ്പർ ഇവിടെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതായത് അക്കാടെ സഹോദരന്റെ ഫോൺ നമ്പറായത്. നിങ്ങൾ ഇവിടെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. വിളിച്ചു കഴിഞ്ഞാൽ മേഘമലയിൽ അക്ക സ്റ്റേ തരും. അല്ലേ അക്ക? ആ ഞാൻ പറയാം. ഇതാണ് റൂമൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ സ്റ്റേയില് റൂം. ഇത് കിച്ചണാണ്. നമുക്ക് ആദ്യം റൂം കാണാം. അടിപൊളി സ്റ്റേ ആണോ. അപ്പം നിങ്ങൾ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ നല്ല സ്റ്റേ ആണ്. രണ്ട് റൂമാണല്ലോ അല്ലേ? ഓക്കെ, എന്നാ പൊക്കോട്ടെ. ശരി. ഇതാണ് തമിഴ്നാടിന്റെ മൂന്നാറ്. ആ കാണുന്ന മല കണ്ടോ? മലയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഒരു വലിയ മലയാണിത്. മേഘം മുട്ടി നിൽക്കും നമ്മുടെ തലയില്. അതുപോലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക്.
അങ്ങനെ ഞങ്ങൾ മേഘമല എത്തി. ഇതാ കുറേ ലയം കാണുന്നുണ്ടോ? ഇതാണ് മേഘമല. ഓ നമ്മൾ കേറി കഴിക്കാൻ പോകുന്നു മേഘമല. ഇനി നമ്മൾ 18 കിലോമീറ്റർ മഹാരാജമേട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് കണ്ടിട്ട് വരാം. അതുമാത്രമല്ല, പോകുന്ന വഴി നല്ല ലേക്കും കാണാം. ഇത് മഹാരാജമേട്ട് പോകുന്ന വഴി ഹൈവേസ് എന്ന് പേരുള്ള ഒരു ഡാമാണ്. നല്ല അടിപൊളി ലേക്കാ കണ്ട. എല്ലാവരും ചൂണ്ടൊക്കെ ഇടും. സൂക്ഷിച്ച് നടക്കണം. ചാടി വരും ചിലപ്പോൾ. ദൂരം വണ്ടി ഇടാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ആശുപത്രി. കണ്ട മൂന്നാർ പോലെ തേയിലത്തോട്ടം ഇങ്ങനെ കിടക്കുക. നമ്മൾ പോകുന്ന വഴിയെല്ലാം ഇതുപോലെ തേയിലത്തോട്ടമാണ്. തമിഴ്നാടിൻ്റെ മൂന്നാർ. ഇതാ ആ ലേക്ക് കണ്ടോ? ലേക്ക് ഇതുപോലെ നമ്മളെ ഫോളോ ചെയ്യും. ആ സ്കൂട്ടറുകാരൻ പമ്പുണ്ടോ എന്ന് ചോദിക്കുവാണോ? മേഘമല കയറിയാൽ പമ്പേ ഇല്ല. നമ്മൾ പെട്രോൾ എണ്ണ അടിച്ചുകൊണ്ട് കയറിക്ക് വേണം. ഈ ഭാഗത്ത് പമ്പെന്ന് പറയുന്ന സാധനമില്ല.
നമ്മളിപ്പോൾ മണലാർ ബ്രിഡ്ജ് കയറുക. അങ്ങനെ ഞങ്ങളിതാ മഹാരാജാമേട്ട് എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് കാണാൻ കയറാം. മേഘമല കയറി നേരെ എങ്ങോട്ടും തിരിയാതെ ഇങ്ങ് വന്നാൽ ഇവിടെ എത്തും. ഇതാ ഈ ചെറിയ വഴിയിൽ കൂടെ നേരെ മേളോട്ട് കയറണം. ഇനി ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ വ്യൂ പോയിൻ്റ് കാണാൻ ഞങ്ങൾ അണച്ചുകൊണ്ട് നടക്കുകയാണ്. അയ്യോ കുറുവേ, എങ്ങനെയുണ്ട്? നല്ലതാണോ? കുറുവേ നല്ലതാണ്. ജീപ്പ് മേഘമലയല്ല, മേഘമല. ഇതാണ് നമ്മുടെ കണ്ടോ വ്യൂ പോയിന്റ്? മേഘങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന മലകൾ. കണ്ടോ അങ്ങൊരു കാട്ടുപോത്ത് നിൽക്കുന്നു, കാട്ടി. അങ്ങനെ വ്യൂ പോയിന്റും കണ്ട് ലാസ്റ്റ് ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങും.
നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് തന്നെ ആ വണ്ടിയുടെ നമ്പർ ഇവിടെ ചോദിച്ചാൽ പറയണം. ഇതാ കണ്ടു, തമിഴ്നാട് പോലീസ് ലൈറ്റ് ഷോ. ഓ, നേരെ കണ്ണിലടിക്കുന്നു. എന്നാ ഓഫ് ചെയ്തിട്ട് പോണ്ട് അല്ലേ? എമർജൻസി ആയിട്ട് പോകുന്നില്ലല്ലോ. ഒറ്റ ലൈറ്റ് ഇട്ടു പോകണ്ടേ? പോലീസാന്ന് അറിയാമല്ലോ. കുമളി ബോർഡറായി, അവിടം വരെ ഉള്ളൂ. ഇവിടെ പാട്ടൊക്കെ ഇട്ട് പോകാനില്ല. ലൈറ്റ് ഡെക്കറേഷൻ ഒക്കെ കൊടുത്തു. വണ്ടി പോലും കാണാൻ പറ്റും.